ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോ ഡ്രൈ ചെയ്യുന്നതിൻ്റെ. ആ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സോ അത് താല്പര്യമില്ലാത്തവർക്ക് ആക്ച്വലി ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഞാൻ ആ ഇതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബിക്കോസ് ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തപ്പം എഡിറ്റ് വരുമ്പോൾ എനിക്ക് കുറേ ഉള്ളതുപോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നപ്പോൾ ഇങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന്. സോ ഒരു 1000-ഓളം ആൾക്കാർ എന്നോട് ചോദിച്ചു എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ കള്ളം പറയുവാണ്. സോ 2 പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്. അപ്പം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ലോറിയലിൻ്റെ ഈ ഒരു ഹെയർ സിറമാണ്. മിറാക്കിൾ ഹെയർ സിറം എന്ന് പറയുന്ന ഒരു സിറമാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി എനിക്ക് എൻ്റെ 3ാമത്തെ ബോട്ടിൽ എന്തോ ആണ്. സോ എന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തതേ ഉള്ളൂ. സോ ഇതാണ് ഞാൻ ഉപയോഗിച്ച ഹെയർ സിറം. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തത് എന്തായിരുന്നു, ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ. ഇത് ആക്ച്വലി ഇത് വായിക്കാനുള്ള വിദ്യാഭ്യാസം എനിക്ക് കുറവാണ് എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. സോ ഞാനിത് ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചേക്കാം. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ. ഇതും ഞാൻ ഈ ഒരു സാധനം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഞാനങ്ങ് ഉപയോഗിച്ചെന്നുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട് എന്ന് അങ്ങനെ ഞാൻ യൂസ് ചെയ്തതല്ല. ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. വേറെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. സോ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് അടിപൊളി ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യാൻ പോയില്ല. ഓക്കെ, അപ്പം ഞാനിത് പറഞ്ഞ പോലെ ഈ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ. പിന്നെ അടുത്തത് എൻ്റെ ലിവിങ് കണ്ടീഷണർ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇതും ലോറിയൽ പാരിസ് Elvive ഹൈഡ്ര ഹൈലറോണിക് ഓവർനൈറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീം. ഇതാണ്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ലിവിങ് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് സാധാ പോലെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നൊരു സാധനം. ഇപ്പോൾ സ്റ്റൈൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ലിവിങ് കണ്ടീഷണർ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഹെയർ കുറച്ചൊന്ന് ഇങ്ങനെ ഫ്രിസി ആയിട്ടൊക്കെയുള്ള ഹെയർ ഉള്ളവർക്ക് കുറച്ച് നല്ലതായിരിക്കും ഈ സാധനം. ഓക്കെ, ഇതാണ് അപ്പോൾ ലിവിങ് കണ്ടീഷണർ. ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ ആക്ച്വലി വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ റെവ്ലോണിൻ്റെ ഹോട്ട് എയർ ബ്രഷാണ്. ഇത് ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷം എന്തോ ആയി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതും അടിപൊളിയാണ്. ഞാൻ ഒത്തിരി അടുത്തുനിന്ന് കാണിക്കുന്നില്ല, ബിക്കോസ് നിറച്ചും എൻ്റെ മുടിയാണ്. അതുകൊണ്ട് ഞാനത് ഒത്തിരി അടുത്തുനിന്ന് കാണിക്കുന്നില്ല. ഇതിൻ്റെ ബ്രഷൊക്കെ ചെറുതായിട്ടൊക്കെ നാശമായി തുടങ്ങി. നാശമായാലും ഇങ്ങനെ വളഞ്ഞ് പക്ഷേ ഇത് സ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇതും ഒരു അടിപൊളിയാണ് കേട്ടോ. ഞാൻ എല്ലാം ഈ അടിപൊളി എന്ന് പറയുന്നത്, പക്ഷെ ശരിക്കും ഇതെല്ലാം അടിപൊളിയാണ്. ഇതും ഞാൻ ഇൻസ്റ്റോളാണ് പർച്ചേസ് ചെയ്തതെന്ന് തോന്നുന്നു. ഒന്നിൻ്റെ ലിങ്ക് എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഇതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ ഹെയർ വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യരുത്, ബിക്കോസ് ഞാനിത് കഴിഞ്ഞ ഹെയർ വാഷ് ഇത് ഞാൻ ഇന്നലെയാണോ മിനിങ്ങാണ് എനിവേ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ പ്രത്യേകിച്ച് എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ എൻ്റെ ഹെയർ ഹീറ്റൊക്കെ കൊടുത്ത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്തപ്പം ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ചുമ്മാ ഇട്ടേക്കുവാണ്. നാച്ചുറൽ ഹെയർ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്കങ്ങനെ ഇന്ന ഷാമ്പൂ എന്നൊന്നും ഇല്ല, ഞാൻ എപ്പോഴും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ഷാമ്പൂ എനിക്കിഷ്ടമാണ്. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ആ ഒരു ചില ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നത്തില്ല, പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ഇതും ലോറിയൽ എൽവൈവിൻ്റെ ഡ്രീം ലെങ്ത്സ് റീസ്റ്റോറിങ് ഷാമ്പൂ. ഇതും നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ. പൊതുവേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഷാമ്പൂസിനേക്കാളും ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യുന്ന ഈ ഒരു ഷാമ്പൂ ആണ്. അത് ഈ ഒരു റീസൺ കൊണ്ടാണ്. അപ്പം ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും. കണ്ടീഷണർ ഞാനെന്താ കാണിക്കാത്ത ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടീഷണർ ഞാനിങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്നാന്നല്ല, ചില സമയത്ത് കണ്ടീഷണർ ഇടാറുമില്ല, ചില സമയത്ത് ഏതെങ്കിലും മാസ്ക് ആയിരിക്കും ഇടുന്നത്, ചില സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ പിന്നെയും എല്ലാ ഹെയർ വാഷിലും ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ ഇത് ഷോർട്ടായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടി പോകുന്നുണ്ട്, കാരണം ഞാനിങ്ങനെ നാക്കിട്ട് അലച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. ബൈ.